നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റാർ ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാർ ട്യൂട്ടോറിയൽസ് ഇന്ന് വന്നിരിക്കുന്നത് ബയോളജി മോഡൽ എക്സാമിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് പരിശോധിച്ചതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻസ് അതിന്റെ സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു സൈഡിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സ് ഞാൻ പറയുമ്പോൾ ആ ആൻസേഴ്സ് എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് സ്റ്റാർ ട്യൂട്ടോറിയൽസിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. SLC മോഡൽ എക്സാം മാർച്ച് 2021 ബയോളജി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. 20 minutes കൂൾ ഓഫ് ടൈം ആണ്. അതിൽ തന്നെ കൂൾ ഓഫ് ടൈം മാക്സിമം ക്വസ്റ്റ്യൻസ് വായിച്ച് ഓരോ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൻസേഴ്സ് പ്ലാൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് കൂൾ ഓഫ് ടൈം പീരീഡിൽ നമ്മൾ എക്സാം എഴുതാൻ പാടില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസേഴ്സ് പ്ലാൻ ചെയ്ത് വെക്കുക മനസ്സിൽ. Attempt the question according to the instructions. ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. കീപ്പ് ഇൻ മൈൻഡ് ദ സ്കോർ ആൻഡ് ടൈം വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്താണ്, അതിനനുസരിച്ചിട്ട് ആൻസർ ടൈം കൺസ്യൂം ചെയ്ത് ആൻസർ എഴുതാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഓക്കെ, നമുക്ക് 1 to 36 ക്വസ്റ്റ്യൻസ്, 1 മുതൽ 36 ചോദ്യങ്ങളുണ്ട് 8 പാഠങ്ങളിൽ. ബയോളജി SCRT നമുക്കറിയാം 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. 8 ചാപ്റ്റേഴ്സിലായി 1 മുതൽ 36 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു മോഡലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 40 മാർക്കിനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതിൽ ആദ്യത്തേത് പറയുന്നത് 1 മുതൽ 10 വരെ 1 മാർക്കിന്റെ ചോദ്യമാണ്. 1 മുതൽ 10 വരെ ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് ഫോക്കസ് ഏരിയയിൽ വന്ന ഭാഗമാണ്. ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ടാവും. ഫീമെയിൽ സിൽക്ക് മോത്ത് ബോംബിക്കോൾ ആണ്. ഇത് ഫിറമോൺസ് എന്ന സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിവെറ്റ് കാറ്റിന്റെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സിവെറ്റൺ ആണ്. ഇപ്പൊ സിവെറ്റ് കാറ്റിൻ്റെത് സിവെറ്റ്, വെരികിലെ സിവെറ്റൺ ആണ്. സിവെറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ വെരുക. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് പരിശോധിക്കണം, കറക്റ്റ് ചെയ്യണം. എന്നിട്ട് അതായത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്താണ് ആ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യണം. അതിൽ ഒന്നാമത് വന്നിരിക്കുന്ന എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇസ് കാൾഡ് റെറ്റിന. റെറ്റിന അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം റെറ്റിന എന്ന് പറയുന്ന ഇന്നർമോസ്റ്റ് ലെയറിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, അതായത് പ്രകാശഗ്രാഹികൾ കാണാൻ സാധിക്കുന്ന കണ്ണിന്റെ പാളി, അത് ദൃഷ്ടിപടലം അഥവാ റെറ്റിന തന്നെയാണ്. രണ്ടാമത്തെ ബി നമുക്ക് നോക്കാം. യെല്ലോ സ്പോട്ട് ഈസ് ദ പാർട്ട് ഓഫ് റെറ്റിന ഹാവിങ് നോ വിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് യെല്ലോ സ്പോട്ട് ആണ്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ യെല്ലോ സ്പോട്ട് അല്ല ഏരിയ ഓഫ് നോ വിഷൻ. അതെന്താണ്? അത് ബ്ലൈൻഡ് സ്പോട്ട്, അന്ധബിന്ദുവാണ് എന്ന് നമുക്ക് അറിയാം. അപ്പം ബ്ലൈൻഡ് സ്പോട്ട് എന്നതാണ് ഇവിടെ വേണ്ടത്. യെല്ലോ സ്പോട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ ആൻസർ ചെയ്യണം. ഇനി മൂന്നാമത്തത് ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ഐറിസ് ഈസ് കാൾഡ് പ്യൂപ്പിൾ. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. പ്യൂപ്പിൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. പ്യൂപ്പിൾ എന്ന് പറയുന്നതാണ് ഏറ്റവും സെന്ററിലായിട്ട് നമുക്ക് കാണുന്ന ഒരു എന്താ പറയുക, ആ ഒരു വിടവ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിങ്. ഐറിസിന്റെ ഏറ്റവും സെന്ററിൽ കാണുന്ന ഓപ്പണിങ് എന്ത് തന്നെയാണ്? പ്യൂപ്പിൾ തന്നെയാണ്. അപ്പൊ അതിലും നമുക്ക് കൺഫ്യൂഷൻസ് വരേണ്ട കാര്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കുക. ഐ ടു ബ്രെയിൻ അല്ലെ. ഐയിൽ നിന്ന് ബ്രെയിനിലേക്ക് ഒരു നെർവ് ഇമ്പൾസ് പാസ് ചെയ്യുന്നുണ്ട്. ഐ ടു ബ്രെയിൻ ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡസ് എക്സ് ഇൻഡിക്കേറ്റ്. അപ്പോൾ എക്സ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇവിടെ താഴെ ആ എക്സ് എന്താണെന്ന് നമുക്ക് താഴെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസ് നിന്നാണ് എഴുതേണ്ടത്. ഓപ്ഷൻസ് തന്നിട്ടില്ലെങ്കിൽ
നമ്മൾക്ക് ഡയറക്ട്ലി ഒപ്റ്റിക് നെർവ് ആണെന്ന് എഴുതാൻ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, എപ്റ്റിക് നെർവ് എന്ന് എഴുതും. പക്ഷെ ഇവിടെ നമുക്ക് താഴെ ഓപ്ഷൻ തന്നതിൽ നിങ്ങൾ നോക്കിയേ, സെൻസറി നെർവ് തന്നിട്ടുണ്ട്, മോട്ടോർ നെർവ് തന്നിട്ടുണ്ട്, മിക്സഡ് നെർവ് തന്നിട്ടുണ്ട്, ഇന്റർ ന്യൂറോൺ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണ്ണിൽ നിന്ന് അതുപോലെ തന്നെ ബ്രെയിനിലേക്കാണ് ഇമ്പൾസ്, അതായത് ബ്രെയിൻ ബോഡി പാർട്സ്, കണ്ണെന്ന് പറയുമ്പോൾ ഒരു ബോഡി പാർട്ടാണ്, ഐ ഈസ് എ ബോഡി പാർട്ട്, ബോഡി പാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകുന്ന നെർവ് സെൻസറി നെർവ്, അത് സംവേദ നാഡിയാണെന്ന് ഓർത്തു. കാരണം ഇവിടെ ആൻസർ സംവേദ നാഡിയാണ്, സെൻസറി നെർവ് ആണ്. ഇനി നാലാമത്തെ ചോദ്യം ഒന്ന് നിങ്ങൾ നോക്കുക. നാലാമത്തെ ചോദ്യത്തിൽ നിന്ന് ഇപ്പം നമ്മൾ ഇതുവരെ നോക്കിയതൊക്കെ ഫോക്കസ് ഏരിയയിൽ വന്ന ഭാഗങ്ങളാണ്. ഫോക്കസ് ഏരിയയിൽ എന്താണ് പറഞ്ഞ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. ഇനി നാലാമത്തെ ചോദ്യമാണെങ്കിലും അതും ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗമാണ് അല്ലേ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ, തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് എയും ബിയും എന്താണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം അതൊരു ന്യൂക്ലിയോടൈഡിന്റെ ചിത്രമാണ്, ന്യൂക്ലിയോടൈഡിന്റെ ചിത്രമാണ്. അതിൽ എ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റും ബി എന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂളുമാണ്. ഷുഗർ എന്ന് പറയുമ്പോൾ ഒരു പെൻഡോസ് ഷുഗർ ആണ് അല്ലേ, നമുക്കറിയാം അത് ഷുഗർ ആണ്. നൈട്രജൻ ബേസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ, നൈട്രജൻ ബേസ് ഓൾറെഡി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, ഒരു ബോക്സിൽ ഒരു സൂചന തന്നിട്ടുണ്ട്. എന്ത്? കെമിക്കൽ സബ്സ്റ്റൻസിൽ നിന്ന് ലൈഫ് ഫോം ചെയ്യുന്നത്, കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ സീ വാട്ടർ, സമുദ്രജലത്തിലെ രാസവസ്തുക്കളിൽ നിന്ന് ജീവനുണ്ട്. അപ്പൊ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി ജീവനിലേക്ക് വന്നത് ഏത് തിയറിയാണെന്ന് നമുക്കറിയാം, അത് രാസപരിണാമ സിദ്ധാന്തമാണ്, കെമിക്കൽ എവല്യൂഷൻ തിയറിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസപരിണാമ സിദ്ധാന്തം. അത് ഐഡന്റിഫൈ ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കെമിക്കൽ എവല്യൂഷൻ തിയറി. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഈസ് കോൾഡ് ജനറ്റിക് സീസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അവിടെ തന്നെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഡയറക്ട്ലി നമ്മൾ എഴുതിയാൽ മതി. ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് ഡയറക്ട്ലി ഓപ്ഷൻസിൽ തന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട്, ഓപ്ഷൻ തന്നെ വേണമെന്നില്ല, ഈസി നമുക്കറിയാം. ജനറ്റിക് സീസർ, that is restriction endonuclease. This enzyme is used to cut a specific gene from the DNA. DNA ന്ന് സ്പെസിഫിക് നമുക്ക് ആവശ്യമുള്ള ജീനിനെ കട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണ് restriction endonuclease എന്ന enzyme. And if you need to join the gene to a desired DNA fragment, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ലിഗേസ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ലിഗേസ് ജനറ്റിക് ഗ്ലൂ ആണ്. ജനിതക പശ ലിഗേസും ജനിതക കത്രിക റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുമാണെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്ലാന്റ് ഹോർമോൺ അഥവാ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം. അതായത് നെയിം ദ പ്ലാന്റ് ഹോർമോൺ വിച്ച് ഹെൽപ്പ് വിച്ച് കൺട്രോൾസ് ദ റൈപ്പനിങ് ഓഫ് ലീഫ് ആൻഡ് ഫ്രൂട്ട്. ഫലങ്ങൾ പഴുക്കുന്നതിനും മറ്റും സഹായകരമാകുന്ന സസ്യ ഹോർമോൺ, പ്ലാന്റ് ഹോർമോൺ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ എഥിലീൻ ആണ് ആൻസർ. എഥിലീൻ. ഓക്കെ, ഗ്യാഷ്യസ് ഹോർമോൺ ആയ എഥിലീൻ ആണെന്ന് ഓർത്തു വെക്കുക. എഥിലീൻ ആണ് അതിന്റെ ആൻസർ. ഇനി എട്ടാമത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് പെയർ റിലേറ്റഡ് ടു മലേറിയ? മലമ്പനിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ ജോഡി ഏതാണെന്ന് വെച്ചാൽ എഴുതണം. ഒന്നാമത്തത് ഫൈലേരിയൽ വാം ക്യൂലെക്സ് മസ്കിറ്റ്. ഇവിടെ രോഗകാരിയെയും വാഹകരെയുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു സൈഡിൽ നമ്മുടെ ഡിസീസ് കോസിങ് പാത്തോജന്റെ പേരും മറ്റേ സൈഡിൽ വെക്ടേഴ്സിന്റെ പേരും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നോക്കിയ ഫൈലേരിയൽ വാം ക്യൂലെക്സ് കൊതുക്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കറക്റ്റ് അല്ലേ, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഫൈലേരിയൽ വാം ക്യൂലെക്സ്. ഫൈലേരിയൽ വാമും ക്യൂലെക്സും എന്ന് പറയുന്നത് മന്തിൻ്റെതാണ്, മീൻസ് ഫൈലേരിയാസിസ് എലിഫന്റിയാസിസിൻ്റെതാണ് ആ കോമ്പിനേഷൻ അല്ലേ. ക്യൂലെക്സ് കൊതുകുകളാണ്, വാഹകര് പിന്നെ നമ്മുടെ പാത്തോജൻ എന്ന് പറയുന്നത് വേമാണ്. ദാറ്റ് ഈസ് ഫൈലേരിയ എന്ന് പറയുന്ന വേമാണ്. അതല്ല നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ജോഡി എന്ന് പറയുന്നത് ഫൈലേരിയൽ വേം അനോഫിലസ് മസ്കിറ്റോ. ദാറ്റ് ഇസ് ഓൾസോ നോട്ട് കറക്റ്റ്.
പ്ലാസ്മോഡിയം അനോഫിലസ് മൊസ്കിറ്റോ. ദാറ്റ് ഈസ് കറക്റ്റ്. മലേറിയ ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടോസോവൻ ആണ്, അത് പ്ലാസ്മോഡിയം ആണ്. ആ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവനെ വാഹകരായിട്ട് കൊണ്ടുപോകുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന പ്ലാസ്മോഡിയത്തെ കൊണ്ടുപോകുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. അപ്പൊ അതാണ്, ആ ഒരു പെയറാണ് കറക്റ്റ്, പ്ലാസ്മോഡിയം അനോഫിലസ് മൊസ്കിറ്റോ. ആ ഒരു പെയർ എഴുതിയാൽ മാർക്ക് ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോട്ടീൻ പ്രസന്റ് ഇൻ എപ്പിഡെർമിസ് ഓഫ് ദ സ്കിൻ ദാറ്റ് പ്രിവെന്റ് എൻട്രി ഓഫ് ജെം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക് തന്നെയാണ്. ദ പ്രോട്ടീൻ പ്രസന്റ് ഇൻ എപ്പിഡെർമിസ് ഈസ് കെരാറ്റിൻ. Very important. Keratin, the protein present in the topmost layer of the skin, epidermis, prevent the entry of pathogens into the skin. ഇത് നമ്മൾ പറയുന്ന കാര്യമാണ്, കോൺസ്റ്റന്റ്ലി നമ്മൾ പറയുന്ന കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 10ാമത്തെ ചോദ്യം, which among the following is a protein that made through genetic engineering? So protein made through genetic engineering and it's used for treatment of viral disease. So for treatment of viral disease, which of the product or which of the thing which we are prepared by genetic engineering, by the application of genetic engineering, we made something that can be used against viral disease? So options here, it's very clear, it's given in textbook, it's interferon. So options are also given here. Interferons, insulin, endorphin and somatotrophin. Interferons is used against virus, insulin for diabetes, and endorphin as a pain killing, a pain relief agent. Endorphin, somatotrophin for growth, we know that. So here against virus it is interferons. So these are the 10 questions for 1 mark. ഒരു മാർക്കിന്റെ 10 questions വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇനി 2 മാർക്കിന്റെ ചോദ്യങ്ങൾ 10 എണ്ണം ഉണ്ട്. 11ാമത്തെ ചോദ്യം മുതൽ 22ാമത്തെ ചോദ്യം വരെ ഇത്തരത്തിൽ 2 മാർക്കിന്റെ ചോദ്യമാണ്. സിംപ്റ്റം ഓഫ് എ ഡിസീസ് ആർ ഗിവൺ ബിലോ. ക്വസ്റ്റ്യൻസ് ഈ സൈഡിൽ കാണാം. സിംപ്റ്റം ഓഫ് എ ഡിസീസ് ആർ ഗിവൺ ബിലോ. ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഈ 2 സിംപ്റ്റംസ്, ലക്ഷണങ്ങൾ തന്നാൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് അൾഷിമേഴ്സിന്റെ ലക്ഷണമാണ്. അൾഷിമേഴ്സിന്റെ ലക്ഷണമാണ്. സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ, കേവല ഓർമ്മകൾ പോലും ഇല്ലാത്ത അവസ്ഥ അൾഷിമേഴ്സ് ആണ്. ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അൾഷിമേഴ്സ് ആണ്. ഇനി ഇതിന്റെ കോസ് ചോദിക്കുന്നുണ്ട്. അൾഷിമേഴ്സിന്റെ കാരണം എന്താണ്? ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് അൺഇൻസൊല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. മസ്തിഷ്ക കലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ നാഡികൾ, ന്യൂറോണുകൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, നാഡികൾ നശിച്ചു പോകുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്, രോഗമാണ്, നാഡീകോശത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു രോഗമാണ് എന്ത്, അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എഴുതിയാൽ വളരെ കൃത്യമായി തന്നെ നമുക്കതിൻ്റെ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അവിടെ ഓരോരോ മാർക്കാണ്. രോഗം എന്താണെന്ന് എഴുതിയ 1 മാർക്ക്, അതിൻ്റെ കോസസ് കാരണം എഴുതിയാൽ 1 മാർക്ക്, അങ്ങനെ 2 മാർക്കാണ് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം. അടുത്തൊരു ചോദ്യം 12ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അവിടെ തന്നിരിക്കുന്ന ചിത്രം എ എന്ന് പറയുന്നത് ഇതാണ്, ബി എന്ന് പറയുന്നത് അതാണ്. ഇതെന്താണ്? അത് ഫോട്ടോ റിസപ്റ്ററുകളാണ്, ഫോട്ടോ റിസപ്റ്റർ സെല്ലുകളാണ്, പ്രകാശഗ്രാഹി കോശങ്ങൾ. അതിൽ ഒന്നാമത് റോഡ്, ദണ്ട് പോലുള്ളത് റോഡ് സെല്ലും കോണ് ആകൃതിയിലുള്ളത് കോണ് സെല്ലാണ്. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. റോഡ് സെല്ലും കോണ് സെല്ലുമാണ്. എ എന്ന് പറയുന്നത് റോഡ് സെല്ല്, റോഡ് കോശം. ബി എന്ന് പറയുന്നത് കോണ് സെല്ല്, കോണ് കോശമാണ്. ചോദ്യം ഇതാണ്, നെയിം ദ വിഷ്വൽ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ഈച്ച് ഓഫ് ദം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. വിഷ്വൽ പിഗ്മെന്റ് ഏത് എന്ന് ചോദിച്ചു. റോഡ് സെല്ലിലാണെങ്കിൽ റോഡോപ്സിൻ, കോണ് സെല്ലിലാണെങ്കിൽ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന് നമുക്ക് എഴുതിയാൽ അവിടെ ആൻസറായി. വളരെ സിമ്പിളായിട്ട് ചോദിച്ച ഒരു ചോദ്യമായി, വളരെ സിമ്പിളായിട്ട് ചോദിച്ച ചോദ്യം. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് 13ാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മളോടൊരു ന്യൂക്ലിയോടൈഡിനെ വരക്കാൻ ആവശ്യപ്പെടുകയാണ്. എവിടെ കാണുന്നത്? DNA-യിൽ കാണുന്ന ന്യൂക്ലിയോടൈഡ്. അപ്പൊ നമുക്കറിയാം DNA-യിൽ 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. DNA-യിൽ 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകൾ ഉള്ളത് കൊണ്ട് 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകളും നമുക്ക് വരക്കാൻ സാധിക്കും.
അപ്പോൾ ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടതാണ്. ഫോസ്ഫേറ്റ് ഉണ്ടാവും, DNA ആയതുകൊണ്ട് ഡിയോക്സി റൈബോസ് പഞ്ചസാര ഷുഗർ ഉണ്ടാവും, ഒരു നൈട്രജൻ ബേസ്. ആ നൈട്രജൻ ബേസിൽ അഡിനിൻ ആവാം, തൈമിൻ ആവാം, ഗ്വാനിൻ ആവാം, സൈറ്റോസിൻ ആവാം. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ യുറാസിൽ എന്ന നൈട്രജൻ ബേസ് മാത്രം നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാരണം യുറാസിൽ എന്ന നൈട്രജൻ ബേസ് RNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ആണ്. DNA കാണാത്ത നൈട്രജൻ ബേസ് ആയതുകൊണ്ട് യുറാസിൽ ഒഴികെ നമുക്ക് ഏത് കോമ്പിനേഷൻസും ട്രൈ ചെയ്യാം. നൈട്രജൻ ബേസ് ആയിട്ട് അഡിനിൻ കൊടുക്കാം, തൈമിൻ കൊടുക്കാം, ഗ്വാനിനും സൈറ്റോസിനും ഒക്കെ കൊടുക്കാം. നമ്മൾ ഒറ്റൊരു ന്യൂക്ലിയോറ്റൈഡ് മാത്രമേ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാം. ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇനി 14ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം എഴുതാനാണ് ആവശ്യപ്പെട്ടത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇപ്രകാരമാണ്: ദ കില്ലർ വാസ് ഐഡന്റിഫൈഡ് ബൈ സയന്റിഫിക് ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ് സ്റ്റെയിൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ക്രൈം സീൻ. അതായത് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച രക്തസാമ്പിളിൽ നിന്നും അതിൻ്റെ ശാസ്ത്രീയപരമായ പരിശോധനയിലൂടെ യഥാർത്ഥ കുറ്റവാളിയെ അല്ലെങ്കിൽ കൊലപാതകിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു പത്രവാർത്തയാണ്, ഒരു പത്രക്കുറിപ്പാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഏത് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ വിച്ച് ഈസ് ദ സയന്റിഫിക് ടെസ്റ്റ് മെൻഷൻഡ് ഇൻ ദ പ്രസ്. ഈ ഒരു കൊലപാതകിയെ അല്ലെങ്കിൽ ഈ ഒരു കൾപ്രിറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ, ഈ ഒരു കില്ലറിനെ നമ്മൾ മനസ്സിലാക്കാൻ സഹായിച്ച ടെസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. DNA ഫിംഗർ പ്രിന്റിംഗ്, DNA ടെസ്റ്റിംഗ്, അതായത് DNA ഫിംഗർ പ്രിന്റിംഗ്. നമ്മുടെ ആ ബ്ലഡ് സ്റ്റെയിനിൽ നിന്ന് ലഭിച്ച DNA സാമ്പിൾ അല്ലെങ്കിൽ DNAയുടെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, DNAയുടെ ന്യൂക്ലിയോറ്റൈഡിന്റെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കില്ലറിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ എത്തിയത്. അപ്പോൾ DNA ടെസ്റ്റിംഗ് അഥവാ DNA ഫിംഗർ പ്രിന്റിംഗ് ആണ് ആ ഒരു സയന്റിഫിക് ടെസ്റ്റ്. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സയന്റിഫിക് ബേസിസ്, ഇതിനുള്ള ഒരു സയന്റിഫിക് ബേസിസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ സയന്റിഫിക് ബേസിസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോറ്റൈഡ് തന്നെയാണ്. വി നോ ദാറ്റ് വി ഓൾ പൊസസ് DNA ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. നമുക്കെല്ലാവരുടെ DNA വ്യത്യസ്തമാണ്. DNA വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ DNAയിൽ ന്യൂക്ലിയോറ്റൈഡിന്റെ അറേഞ്ച്മെന്റ്, ന്യൂക്ലിയോറ്റൈഡുകളുടെ ക്രമീകരണമാണ് വ്യത്യസ്തമാകുന്നത്. അതുതന്നെയാണ് ഓരോ വ്യക്തികളെയും വ്യത്യസ്തമാക്കുന്നതും. ആ ഒരു കാര്യം, ആ ന്യൂക്ലിയോറ്റൈഡിന്റെ ക്രമീകരണത്തിലുണ്ടായ മാറ്റം, ഓരോ വ്യക്തികളിലും ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റം തന്നെയാണ് DNA പരിശോധനയുടെ അഥവാ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ഉത്തരവ്. അപ്പൊ അതും വളരെ എളുപ്പത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഫോക്കസ് ഏരിയയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ കൂടിയാണ്. ഇനി അടുത്തതായി നമുക്ക് 3 ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടേബിളിൽ ഡിസീസ് രോഗമാണ്, രണ്ടാമത്തെ ടേബിൾ അതിന്റെ കാരണം കോസ്, ഇനി മൂന്നാമത്തത് അതിന്റെ ലക്ഷണങ്ങളാണ്, എന്താണ് അതിന്റെ സിംറ്റംസ്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 രോഗങ്ങളെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ 2 രോഗങ്ങളുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നൈറ്റ് ബ്ലൈൻഡ്നെസ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അത് മാത്രമല്ല നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാവുന്നില്ല. കനോട്ട് സീ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ് എന്നതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. രണ്ടാമത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് ഡിഫക്റ്റ് ഇൻ ദ കോൺസെൽ, കോൺസെല്ലിന് കോൺകോശത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് എഴുതാം. നമുക്ക് എന്താ അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കനോട്ട് ഡിസ്റ്റിങ്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളർ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതും വളരെ ഈസി ആയി തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി 15ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ ചോദ്യം. വാക്സിൻസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് സ്പെസിഫിക് ഡിസീസ്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? ഗിവ് റീസൺ. നമുക്കറിയാം വാക്സിനുകൾ പ്രത്യേക തരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി
വ്യത്യസ്ത തരം വാക്സിനുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഭാവിയിൽ രോഗാണു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാക്സിനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈക്കൊള്ളുന്നത്. കറക്റ്റ് ആണല്ലോ. വാക്സിനുകൾ എടുക്കുന്നത് എന്തിനാണ്? ഭാവിയിൽ രോഗാണു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ പ്രതിരോധ സജ്ജമാക്കി വെക്കുക. പ്രതിരോധവൽക്കരണം, ഇമ്മ്യൂണൈസേഷൻ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് യഥാർത്ഥത്തിൽ എന്ത്, വാക്സിനുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വാക്സിനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ വാക്സിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമുക്കറിയാം വാക്സിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒന്നിക്കിൽ ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കളാവാം, എലൈവ് ഓർ ഡെഡ് പത്തോജൻസ്. അതുമല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ടോക്സിൻ, നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളാവാം. അതുമല്ലെങ്കിൽ രോഗകാരികളുടെ കോശഭാഗങ്ങൾ, അതായത് സെല്ലുലാർ പാർട്സ് പാത്തോജൻ ആവാം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ വാക്സിനായി നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ അല്ലെങ്കിൽ ഓറലി എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന വാക്സിൻ നമ്മുടെ ശരീരത്തിൽ ആന്റിജനായി വർത്തിക്കുന്നു, ആക്ട് ചെയ്യുന്നു, ശരീരത്തിൽ ആന്റിബോഡികളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആന്റിജൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആന്റിബോഡികൾ നിർമ്മിക്കപ്പെടും. പിന്നീട് ഈ ആന്റിബോഡികൾ ശരീരത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യും, നിലനിന്നുകൊണ്ട് ഭാവിയിൽ യഥാർത്ഥ രോഗാണുക്കൾ അല്ലെങ്കിൽ ഇതേ രോഗത്തിന് കാരണമായ യഥാർത്ഥ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഭാവിയിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഈ രോഗകാരികൾക്കെതിരെ നമ്മുടെ റെഡിമെയ്ഡ് ആയ ആന്റിബോഡീസ് ആക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസീസിൽ നിന്ന് സംരക്ഷിക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യമായതുകൊണ്ട് വളരെ ഈസി ആയി തന്നെ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അടുത്തതായിട്ട് 17ാമത്തെ ചോദ്യം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടാത്ത ചോദ്യമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം കൂടിയാണ്. ഇതാണ് പറഞ്ഞത്, നമ്മൾ പഠിക്കുമ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു കൊണ്ടുപോകരുത്, ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് പഠിച്ചു കൊണ്ട് പോവുക. ഫോക്കസ് ഏരിയ തറവായി ഒന്ന് നോക്കിയതിനു ശേഷം ബാക്കിയുള്ള ഏരിയാസ് കൂടി നോക്കുക. തന്നിരിക്കുന്ന ചിത്രം ഇത് നമ്മുടെ 2020 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇവിടെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ചിത്രം കൊടുത്ത് A, B എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഏറ്റവും സെൻട്രൽ പോർഷൻ ഇറ്റ് ഈസ് മെഡുല്ല, അഡ്രീനൽ മെഡുല്ല. ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് ഇറ്റ്സ് കോർട്ടെക്സ്. ഇവിടെ ചോദിച്ച ചോദ്യം ഐഡന്റിഫൈ പാർട്ട് ഡിനോട്ടഡ് ആസ് A and B. A is medulla, B is cortex and name the hormones produced by A. A എന്ന് പറയുന്നത് നമുക്കറിയാം മെഡുല്ലയാണ്. മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ it is adrenaline and noradrenaline, or you can say epinephrine or norepinephrine. വളരെ സിമ്പിൾ ആയി തന്നെ അതിന്റെ ഉത്തരവും നമുക്ക് എഴുതാൻ സാധിക്കും. അടുത്ത ചോദ്യം the main 18ാമത്തെ ചോദ്യമാണ് the main concept of a theory of evolution are given below. Analyze them and answer the question. അവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് നോക്കിയേ. ഓവർ പ്രൊഡക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. struggle for existence, the natural selection, origin of new species. ഇത്രയും പോയിന്റുകൾ അവിടെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ഇത് ഡാർവിനിസം ആണ് ഉദ്ദേശിക്കുന്നത്. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ഫേവറബിൾ വേരിയേഷൻസ്, some are getting favorable variation, some are not getting this favorable variation. Those who attain this variation will survive by natural selection and also will transfer this property to the coming generation, and those who are not getting this property, those who are not getting this favorable variation will get destroyed. ഈ ഒരു പോയിന്റ് നമുക്ക് അറിയുമ്പോൾ തന്നെ അറിയാം. ദിസ് ഈസ് അബൌട്ട് ഡാർവിനിസം, ഓർ യു ക്യാൻ സേ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം സിദ്ധാന്തത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡാർവിനിസം ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് തിയറി വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലായി. ഇന്ന ചോദ്യം കഴിഞ്ഞില്ല. ചോദ്യം രണ്ടാമത്തെ ചോദ്യം, അതിന്റെ സബ്സിഡറി ചോദ്യം എന്ന് പറയുന്നത് ഹൂ പ്രൊപ്പോസ്ഡ് ദിസ് തിയറി? ഡാർവിനിസം തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചാൾസ് ഡാർവിൻ. അപ്പൊ ആ ഒരു ചോദ്യം ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ ഉള്ള ഒരു ചോദ്യമാണ്. ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തു പോകാതെ ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. Next question, 19th question is about growth hormone and the deficiency, or we can say what happened if this growth hormone is produced over secretion and under secretion of growth hormone. വളർച്ച ഹോർമോണും അത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ കുറവായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവിടെ ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് നോക്കാം. ഡിസോർഡർ
എ എന്ന് പറയുന്നതിന്റെ സിംറ്റം നോക്കിയ എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. ദിസ് ഇസ് gigantism. വെരി ക്ലിയർ. എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി മീൻസ് gigantism ഡ്യൂ ടു ദി ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ദ ഗ്രോത്ത് ഫേസ്. വളർച്ചാ കാലഘട്ടത്തിൽ വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം അമിതമായി വന്നാലുള്ള പ്രശ്നമാണ് gigantism, അഥവാ നമുക്കതിന് എന്ത് പറയാം, ഭീമാകാരത്വം നമുക്ക് പറയാം. ഇനി അക്രോമെഗാലി ബി തന്നിട്ടുണ്ട്. നമുക്കറിയാം അതിന്റെ സിംറ്റം എന്താണ്? ബോൺസ് വലുതാവുന്നു, ഫിംഗർ ബോൺസ്, ജോ ബോൺസ്, ഇതൊക്കെ താടിയലിന്റെ ഒക്കെ വളർച്ചയാണ് അക്രോമെഗാലി. അങ്ങനെയാണെങ്കിൽ സി നമുക്ക് ഓൾറെഡി പറയാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്നത് അണ്ടർ സെക്രീഷൻ കൊണ്ട് ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്താണത്? അത് ഡ്വാർഫിസം. അതെന്താണ്? ഡ്വാർഫിസം ആണ്. ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ വാമനത്വം. വാമനത്വം മൂലം ഉണ്ടാകുന്ന സിംറ്റംസ് എന്താണ്? ഗ്രോത്ത് കുറഞ്ഞു പോവുക, സ്റ്റണ്ട് ഗ്രോത്ത് എന്നൊക്കെ പറയാം. വളർച്ച മുരടിച്ചു പോകല്, വളർച്ച എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. വളർച്ച എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വളർച്ച കുറഞ്ഞു പോകുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇനി 20ാമത്തെ ചോദ്യം നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു നിമിഷം, 20th question. Yes, somebody activities. So okay, some body activities are given below. ചില ശരീര പ്രവർത്തനങ്ങളെ താഴെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ അറേഞ്ച് ചെയ്യണം. ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. നമുക്ക് ടേബിൾ തന്നിട്ടുള്ളത് സിമ്പതറ്റിക് സിസ്റ്റം, പാരാസിമ്പതറ്റിക് സിസ്റ്റം ആണ്. കുറച്ച് ബോഡി ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഒന്നാമത്തെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. Definitely it will be in sympathetic. Heartbeat increases, sympathetic. Then trachea contract, that is parasympathetic. Trachea contract will be in parasympathetic. സംശയമില്ലല്ലോ, trachea contract will be in parasympathetic. അടുത്തൊരു നോക്കിക്കോളൂ. അടുത്ത എന്താ പറയുന്നത്? Production of saliva increases. So in case of sympathetic, production of saliva decreases. So here production of saliva increases means it will be in parasympathetic. Then finally peristalsis slow down. Peristalsis slow down means that is be also in parasympathetic. So sorry, sympathetic. Peristalsis slow down means it will be in sympathetic. So all the activities related to digestion, the activities in stomach, the peristaltic movement, everything will be slowed down in sympathetic nervous system. So here നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യുന്നതോ ഒക്കെ സിമ്പതറ്റിക്കോ. ഇനി സലൈവ പ്രൊഡക്ഷൻ ഇൻക്രീസസും അതുപോലെ തന്നെ പറയുന്ന ട്രക്കിയ കൺട്രാക്ട് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ പാരാസിമ്പതറ്റിക്കും ആയിരിക്കും. അടുത്തത് റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ follows. One person requires blood for a major surgery. ഒരു വലിയ ശസ്ത്രക്രിയക്ക് വേണ്ടി ഒരാൾക്ക് ഒരു രക്തം ആവശ്യമാണ്. അയാളുടെ രക്തത്തിൽ ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏത്? ആന്റിജൻ എയും ആന്റിജൻ ബിയും ഒരാളുടെ രക്തത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് എ ബി ആയിരിക്കും. ഒരാളുടെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് ആന്റിജന്റെ സാന്നിധ്യമാണ്. ഏത് തരം ആന്റിജൻ അദ്ദേഹത്തിന്റെ RBC അരുണ രക്താണുവിൽ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷമാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുക. ഇവിടെ ഇയാളുടെ രക്തത്തില് നിമിഷം ഓക്കെ, ഇയാളുടെ രക്തത്തിൽ 2 തരത്തിലുള്ള ആന്റിജനുകളുണ്ട്. ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ AB ഗ്രൂപ്പ് ആണെന്ന് തീർച്ചയായും നിർണ്ണയിക്കാൻ സാധിക്കും. Everyone cannot receive blood from all group. Why? Everyone cannot receive blood from all group because we need to consider the antigen and antibodies in the blood, respective blood. So നമ്മൾ സ്വീകരിക്കുന്ന ബ്ലഡിൽ നമ്മളുടെ ശരീരത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഇല്ലാത്ത ഒരു ആന്റിജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഫോറിൻ ആന്റിജൻ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഫോറിൻ ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ആന്റിബോഡീസ് ആന്റിജനെതിരെ റിയാക്ട് ചെയ്യുകയും ബ്ലഡ് ക്ലോട്ടിങ്ങിലൂടെ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെ രക്തവും സ്വീകരിക്കാൻ സാധിക്കില്ല എന്നൊരു പോയിന്റ് കൂടി അവിടെ ഓർത്തു വെക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ showing the determination of sex in human beings. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് ഇൻ ഹ്യൂമൻ ബീങ്സ്. അവിടെ മനുഷ്യരുടെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് പറയുന്നത്.
അവിടെ പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷൻ എക്സ് വൈ എന്നുള്ളത് നമുക്കറിയാം സെക്സ് ക്രോമോസോംസ് ആണ്. അവിടെ എക്സ് എക്സ് കോംബോ, ഇപ്പുറ സൈഡ് ബി എന്ന് പറയുന്നത് എക്സ് എക്സ് കോംബോ ആണ്. ഇനി നമുക്കറിയാം അടുത്ത കോംബോ പറയുന്നത് 1 എന്ന് പറയുന്നത് എക്സ് എക്സ് ആണെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും. ഇനി എക്സ് വൈ എന്ന കോംബോ ചേർന്നാൽ മെയിൽ ആയിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ നാലാമത്തതും മെയിൽ ആയിരിക്കും. ഓക്കെ, ഇവരങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 3 മാർക്കിന്റെ ചോദ്യമാണ് 23ാമത്തെ ചോദ്യം. 23ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒബ്സർവ് ദ ഫിഗർ. ബ്രെയിൻ ആണ്, നമുക്കറിയാം ബ്രെയിനിന്റെ ഫിഗർ ആണ്. ഐഡന്റിഫൈ റൈറ്റ് ദ ഫംഗ്ഷൻ എ ബി സി. എ എന്ന് പറയുന്നത് സെറിബ്രം ആണ്, ബി സെറിബെല്ലം, സി മെഡുല്ല ഒബ്ലാങ്കട്ട. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എ ഈസ് സെറിബ്രം, ബി ഈസ് സെറിബെല്ലം ആൻഡ് സി ഈസ് മെഡുല്ല ഒബ്ലാങ്കട്ട. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് ചോദിച്ചാൽ വെരി ഈസി. സെറിബ്രം ഈസ് എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ഇവോക്ക് സെൻസേഷൻ. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതി മതി. രണ്ടാമത്തത് സെറിബെല്ലമാണ്. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ്. പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. മൂന്നാമത്തെ ചോദ്യം മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ ഫംഗ്ഷൻ ധർമ്മം എന്ന് പറയുന്നത് ഒന്ന് എഴുതാം. എന്താ? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ദ പാർട്ട് ഓഫ് ബ്രെയിൻ ദാറ്റ് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ് പോലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 24ാമത്തെ ചോദ്യം. 24ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 24ാമത്തെ ചോദ്യം അനലൈസ് ദ ഹിന്റ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത സൂചകങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉത്തരങ്ങൾ എഴുതുക. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൺകൺട്രോളബിൾ ഡിവിഷൻ ഓഫ് സെൽ ആൻഡ് സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. അനിയന്ത്രിതമായ കോശവിഭജനത്തിലൂടെയാണ് ഈ രോഗം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റു പല കലകളിലേക്കും പകർന്നു പിടിക്കും. ഏതാണ് അനിയന്ത്രിതമായ കോശവിഭജനം മൂലം ഉണ്ടാകുന്നത്? ക്യാൻസർ ആണ്. അൺകൺട്രോളബിൾ സെൽ ഡിവിഷൻ മൂലം ഉണ്ടാകുന്നത് ക്യാൻസർ ആണ്. ഡിസീസ് എന്താണ്? ക്യാൻസർ. ഇപ്പൊ എന്റെ ഉത്തരമായി ബി എന്ന് പറയുന്നത് കോഴ്സ് ആണ്. ക്യാൻസർ ഉണ്ടാവാൻ കാരണം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ടുബാക്കോ യൂസേജ് പറയാം, റേഡിയേഷൻസ് പറയാം, ചില വൈറസുകൾ ക്യാൻസറിന് കാരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. early diagnosis is crucial in the treatment of disease. ക്യാൻസർ വെരി ഫസ്റ്റ് സ്റ്റേജ് ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, മുന്നേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രോഗത്തെ മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാൻസർ ബാധിച്ച സെല്ലുകൾ ബ്ലഡിലൂടെയും ലിംഫിലൂടെയും മറ്റു ഭാഗങ്ങളിലേക്ക്, ശരീരഭാഗങ്ങളിലേക്ക് വരികയും അവിടെ ക്യാൻസർ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. 25ാമത്തെ റീഅറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് ഓക്കെ സെൻസേഷൻ ആണ്. സ്മെല്ലിന്റെ അല്ലെ, സ്മെല്ല് സെൻസ് ചെയ്യുന്നതിന്റെ ഫ്ലോ ചാർട്ട്. അപ്പൊ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫ്ലോ ചാർട്ട് ആക്കി, താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇതാണ്. അപ്പൊ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ അറേഞ്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ആരോമാറ്റിക് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യണം? എൻ്റർ ദ നോസ്ട്രിൽ ത്രൂ ഇൻഹെയിൽഡ് എയർ. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായിലുള്ള ഗന്ധ കണികകൾ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് മൂക്കിനകത്ത് കയറണം. രണ്ടാമത് എന്ത് ചെയ്യണം? ഇത് മ്യൂക്കസുമായി മിക്സ് ചെയ്യണം. അങ്ങനെയാണല്ലോ. അപ്പൊ നോക്കിക്കോളൂ, രണ്ടാമത്തെ പോയിന്റ് ഇതല്ലേ? ദീസ് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദ മ്യൂക്കസ് ഇൻസൈഡ് ദ നോസ്ട്രിൽ. അല്ലെ, മൂക്കിനകത്തുള്ള മ്യൂക്കസുമായി മിക്സ് ആവണം. അങ്ങനെ ഈ മിക്സായ പദാർത്ഥം എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, ഗന്ധഗ്രാഹികളെ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ അവിടെ ജനറേറ്റ് ഇമ്പൾസ് ആൻഡ് ഇമ്പൾസ് റീച്ച് ബ്രെയിൻ ത്രൂ ഓൾഫാക്ടറി നെർവ്. അല്ലേ, അവിടെ ഗന്ധവുമായി ബന്ധപ്പെട്ട് ഗന്ധഗ്രാഹികൾ ഉത്തേജിച്ചു കഴിഞ്ഞാൽ ആവേഗങ്ങൾ ഉണ്ടായി അത് മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് നമുക്ക് ഗന്ധം തിരിച്ചറിയുന്നത്. ഈ എക്സ്പീരിയൻസ് സ്മെല്ല്. ഇതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചോളൂ. Prepare a list of concepts to be included in a notice to build awareness on AIDS. എയ്ഡ്സ് എന്ന കണ്ടീഷൻ, ഒരവസ്ഥയുമായി ബന്ധപ്പെടുത്തി ഒരു നോട്ടീസ് തയ്യാറാക്കണം. അവിടെ ഹിന്റ് കൊടുത്തിട്ടുള്ളത് സ്പ്രെഡ് നമുക്ക് പറയാം. സ്പ്രെഡ് ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യും, ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യൂല എന്നുള്ള രീതിയിൽ എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ട്. നോട്ടീസ് പോലെ ഒരു അവയർനെസ് പ്രോഗ്രാം എന്നത് പോലെ നമ്മളോട് ചോദിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം ഏതൊക്കെ രീതിയിൽ എയ്ഡ്സ് വരും, സ്പ്രെഡ് ചെയ്യും. ത്രൂ സെക്ഷുവൽ കോണ്ടാക്ട് അല്ലേ, സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെയും മറ്റും മൾട്ടിപ്പിൾ പാർട്ട്ണറിനെ സെക്ഷുവൽ കോണ്ടാക്ട് വെച്ച് ചെയ്യുമ്പോഴൊക്കെ എയ്ഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിറിഞ്ചസ് ഷെയർ ചെയ്യുന്നത് വഴി വരാം. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദേഴ്സിൽ നിന്ന് കുട്ടികളിലേക്ക് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഡു നോട്ട് സ്പ്രെഡിന്റെ കേസിൽ ഒരുമിച്ച് ആഹാരം ഷെയർ ചെയ്താലും വരില്ല, ഒരേ കുളത്തിൽ കുളിച്ചാൽ വരില്ല, ഒരേ ബാത്റൂം ഷെയർ ചെയ്താൽ വരില്ല, ഒരുമിച്ച് താമസിച്ചാലൊന്നും എന്ത് വരാൻ പോകുന്നില്ല, ഈ എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യില്ല, വെക്ടറിലൂടെ സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ള പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു നോട്ടീസ് തയ്യാറാക്കുക. ഇത്രയുമാണ് അവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കുക, 27ാമത്തത്. യെസ്, 27ാമത്തെ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫാഗോസൈറ്റോസിസിന്റെ ഒരു ചിത്രമാണ് അല്ലെ. ഫാഗോസൈറ്റോസിസിന്റെ ചിത്രമാണെന്ന് വളരെ ഈസി ആയി തന്നെ നമുക്കത് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഒബ്സർവ് ദ ഐഡന്റിഫൈ ദ പ്രോസസ് ഏതാണ്? ഫാഗോസൈറ്റോസിസ് എന്നതാണ് അവിടുത്തെ പ്രോസസ്സ് അല്ലെ. പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഫാഗോസൈറ്റോസിസ് ആണ്. ഇനി ഫാഗോസൈറ്റുകളെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയോളൂ, ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ് അല്ലെ. ഇനി ഇവിടെ 3ാമത്തെ ചോദ്യം, നിമിഷം, മിസ്സിംഗ് ആയ അവിടെ എൻഗൾഫ് ചെയ്തുകൊണ്ട് മെംബ്രെയിൻ സാക്കിനകത്ത് ആക്കി മാറ്റുക. ഫാഗോസൈറ്റോസിസുമായി ബന്ധപ്പെട്ട സെഷനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് വാസ്തവമാണ്. ഇനി അടുത്തൊരു ചോദ്യം 27 കഴിഞ്ഞ് 28 ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ആണ്. ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. സൗണ്ട് വേവ്, പിന്ന, then auditory canal, tympanum, then third after tympanum ear ossicles oval window, then enter cochlea. കോക്ലിയയുടെ എൻട്രി ആണ് ഓവൽ വിൻഡോ കഴിഞ്ഞ കോക്ലിയ. ഹെയർ സെൽസ് ഉണ്ട്, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഇമ്പൾസിൽ പാസ് ത്രൂ ഓഡിറ്ററി നർവ്. അതായത് ഓഡിറ്ററി നർവ് എന്ന് വെച്ചാൽ ശബ്ദ അല്ലെങ്കിൽ നമുക്ക് പറയാം ശ്രവണ നാഡി എന്ന് പറയാം. ശ്രവണ നാഡിയിലൂടെ അത് നമ്മുടെ ബ്രെയിനിന്റെ സെറിബ്രം, അവസാനം സെറിബ്രത്തിലേക്ക് എത്തി സെൻസേഷൻ ഓഫ് ഹിയറിംഗ് നമ്മൾ അനുഭവപ്പെടും. വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. Antibiotics are effective medicine even though their regular use create many side effects. Are antibiotic effective against all communicable diseases? Why? Mention any 2 side effect of antibiotic. യെസ്, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആന്റിബയോട്ടിക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആണ്, എന്നാൽ എല്ലാ കമ്മ്യൂണിക്കബിൾ എല്ലാ സാംക്രമിക രോഗങ്ങൾക്കും ആന്റിബയോട്ടിക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോ. Antibiotics are basically the medicine derived from fungus like microorganism that can be used against only bacteria. ബാക്ടീരിയത്തിനെതിരെയാണ് ആന്റിബയോട്ടിക് ഉപയോഗിക്കുക. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബാക്ടീരിയ മാത്രമല്ല ഉണ്ടാക്കുക, വൈറസ് ഉണ്ടാക്കുന്നുണ്ട്, മറ്റു പല സൂക്ഷ്മാണുക്കൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ബാക്ടീരിയൽ ഡിസീസിനെയാണ് അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാനാണ് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറ്റില്ല എന്ന ഉത്തരവാണ് അവിടെ ഉള്ളത്. ഇനി സൈഡ് എഫക്ട്സ് ചോദിച്ചിട്ടുണ്ട്. റെഗുലർ യൂസ് ഓഫ് ആന്റിബയോട്ടിക് ആക്ച്വലി ബ്രിങ് അബൌട്ട് ഇമ്മ്യൂണിറ്റി ഓർ റെസിസ്റ്റീവ് പവർ ഇൻ ദ പാത്തജൻ. രോഗാണുക്കളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കി തരും. ആന്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധശേഷി ഉണ്ടാവും. നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നത് എഫക്റ്റീവ് ഉണ്ടാവില്ല, കാരണം രോഗാണുക്കൾ അതിനനുസരിച്ചിട്ട് പ്രതിരോധ ശക്തിയൊക്കെ വീണ്ടെടുക്കും. അതുപോലെ തന്നെ ആന്റിബയോട്ടിക് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ യൂസ്ഫുൾ ആയിട്ടുള്ള പല ബാക്ടീരിയാസും നശിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മറ്റൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി നമ്മൾ ആന്റിബയോട്ടിക് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ കണ്ടന്റും അത് കുറക്കുന്നുണ്ട് എന്നൊരു പോയിന്റ് കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്കത് നമ്മൾ ചെയ്യേണ്ട പോയിന്റ്സ്. ഇനി 30ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 30th question. 30th question. Yes. Analyze the information. Gland X, gland Y. Gland X is secreting a hormone A. Gland Y is secreting a hormone B. Hormone A is reducing the calcium level in the blood. Hormone B is increasing the calcium level in the blood. So very clear. First question, what is the normal level of calcium in blood? It's 9 to 11 milligram per 100 ml. Direct question, 1 mark. Then B part, what are the hormones indicated as A and B?
So A is the hormone that is decreasing or reducing the level of calcium in the blood. That is calcitonin. The calcitonin is the hormone that is helping reducing the calcium level in the blood. And B will be parathormone. Parathormone is hormone that help to increase the calcium level in the blood. Then C part, how does the hormone A reduce level of calcium in the blood? So how hormone A, this calcitonin, is reducing the amount of calcium in blood? So it is done by taking the calcium from the blood and depositing in the bones. So depositing calcium from the blood to the bone and preventing the mixing of calcium from bone to the blood. അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യം കലരുന്നത് തടയുന്നു എന്നുള്ള പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തൊരു മേക്ക് സ്യൂട്ടബിൾ പെയർ, നമ്മുടെ സ്യൂട്ടബിൾ പെയർ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. രണ്ട് ഇൻഫർമേഷൻ എ എന്ന് പറയുന്ന ബോക്സിലും ബി എന്ന് പറയുന്ന ബോക്സിലും ഉണ്ട്. അതിൽ നമുക്ക് നോക്കാം. അല്ലെ RD അതിലൊക്കെ മോഡൽ തന്നിട്ടുണ്ട്. ആസ്ട്രേലിയപിത്തേക്കസ് സഫാരിയാൻസിസ് സ്ലെൻഡർ ബോഡി തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പൂരിപ്പിക്കണം. അല്ലെ RD പിത്തേക്കസ് റാമിഡസ് മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ആണ്. അല്ലെ നമുക്കറിയാം, മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ഹ്യൂമൻ റേസ് നമുക്ക് കൊടുക്കാം. രണ്ടാമത്തെ ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് എബിലിറ്റി ടു സ്റ്റാൻഡ് ഇറക്ട്, അല്ലെ നിവർന്ന് നിൽക്കാനുള്ള കഴിവ് വന്നു, അതാണ് പേര് ഹോമോ ഇറക്ടസ്. then comes ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ് എന്ന് പറയുമ്പോൾ അവർക്ക് വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലമാണ്. അതുകൊണ്ട് മെയ്ഡ് വെപ്പൺസ്, യെസ് അവിടെ ഉണ്ട്, മെയ്ഡ് വെപ്പൺസ് ഫ്രം സ്റ്റോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ, മെയ്ഡ് വെപ്പൺസ്. അപ്പം വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലമാണ് നമുക്ക് എഴുതാൻ പറ്റും. വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം. ഇത്രയുമാണ് അവിടെ വേണ്ടത്. ഇത്രയും പോയിന്റ്സ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തിട്ടുമുണ്ട്. നെക്സ്റ്റ്, ഓക്കെ, ആസ്ട്രേലിയപിത്തേക്കസ് സഫറിങ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, സ്ലെൻഡർ ബോഡി തന്നിട്ടുണ്ട്, അത് വേണ്ട. ഓക്കെ, നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. അവിടെ പ്രോട്ടീൻ സിന്തസിസുമായി ബന്ധപ്പെട്ട ഫിഗർ ആണ് റൈബോസോം എന്നുള്ള. റൈബോസോം ആണെന്ന് നമുക്ക് വളരെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാവും. ഐഡന്റിഫൈ ദിസ് പ്രോസസ്, ദിസ് ഈസ് ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസിന്റെ പ്രോസസ് ആണ് കൊടുത്തിട്ടുള്ളത്. എയും ബിയും എന്താണ്? എ റൈബോസോം ആണ്, ബി mRNA ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ബി ഇൻ ദ പ്രോസസ്? mRNAയുടെ റോൾ എന്താണെന്ന് പറയുന്നത്. അപ്പൊ mRNA എന്ന് വെച്ചാൽ നമുക്കറിയാം DNA എന്ന് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കോപ്പിയാണ്, അല്ലെങ്കിൽ ചെറിയ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെസ്സഞ്ചർ RNA കോപ്പിയാണ്. അതിൽ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം, ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണം, മേക്ക് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് അടങ്ങുന്നുണ്ട് mRNAയിൽ നിന്ന്. DNA-യിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അതാണ് പിന്നീട് റൈബോസോമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? റൈബോസോമിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷം മെസ്സേജിന് അനുസരിച്ചിട്ടാണ് റൈബോസോം എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ഇനി 33ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. റീഡ്രോ ദ ഫിഗർ ഓഫ് ന്യൂറോൺ, name and label the part. But whenever the question asks to redraw, you have to redraw it. അപ്പോൾ റീഡ്രോ എന്ന് പറഞ്ഞാൽ റീഡ്രോ ചെയ്യണം. അപ്പോൾ ന്യൂറോണിന്റെ ചിത്രം റീഡ്രോ ചെയ്തതിന് ശേഷം ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നെയിം ചെയ്ത് ലേബൽ ചെയ്യണം. ഒന്നാമത്തെ ലേബൽ പാർട്ട് എന്താണ്? റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അഡ്ജസന്റ് ന്യൂറോൺ എന്ന് ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ഭാഗം ഡെൻഡ്രൈറ്റ് ആയിരിക്കും. ഡെൻഡ്രൈറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ന്യൂറോൺ ദാറ്റ് റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. Then carry impulse away from the cell body to outside. അത് പുറത്തേക്ക്, അതായത് നമ്മുടെ ന്യൂറോണിൽ നിന്ന് പുറത്തേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകണം. അത് ആക്സോൺ ആണ് ചെയ്യുന്നത്, ആക്സോൺ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് secrete neurotransmitter, that is synaptic knob. Synaptic knob is secreting the neurotransmitter. Very easy. Next question. Table showing the blood glucose level of 4 person A, B, C, D. A എന്ന് പറയുന്ന ആള് 108 milligram per 100 ml, B is 210 milligram per 100 ml, C is 52 milligram per 100 ml, and D is 74 milligram per 100 ml. So we know that the normal level of glucose in blood is 70 to 110 milligrams per 100 ml. So ഇവിടെ ചോദിച്ചിരിക്കുന്നത് which person is having the normal glucose level from these four people. We know that 74 milligram per 100 ml will be the person that will be having normal glucose level. That means we can say person D will be having, the person here, okay, the person D will be having normal, and one more person is there, A. The A person
having 108 milligram per 100 ml. That's also coming inside this 110. 70 to 110 means 108 and 74 is coming in between this range. So A and D will be the person having normal glucose level in their blood. So which person is diabetic? So which person is diabetic is 210, very high, 210. So diabetic patient means it's very high, no, 210 milligram per 100 ml person. B will be diabetic. Okay, next question, C question. What is the cause of diabetes? So either we can say the beta cells. We know insulin is the hormone responsible for decreasing the glucose level in the blood. Insulin എന്ന ഹോർമോണാണ് ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ചില ആളുകളുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ കൃത്യമായ രീതിയിൽ ഉണ്ടാവുന്നുണ്ടാവില്ല. ചില സമയത്ത് ഇൻസുലിൻ ഉണ്ടാവും, പക്ഷേ ആ ഇൻസുലിന് ഉണ്ടാക്കിയെടുക്കുന്ന ഇൻസുലിന് കൃത്യമായ രീതിയിൽ ബോഡിയിൽ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സെല്ലുലാർ അപ്ടേക്ക്, ഗ്ലൂക്കോസിന്റെ സെല്ലുലാർ അപ്ടേക്ക് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ആവുന്ന അവസ്ഥയുണ്ടാവും. ഇത്തരം ആൻസേഴ്സ് നമുക്ക് എഴുതാം. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ബിക്കോസ് ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്. ബീറ്റാ സെൽസിന് തകരാറ്. ഇനബിലിറ്റി ഓഫ് ദ സെൽ ടു യൂട്ടിലൈസ് ദ ഗ്ലൂക്കോസ്, യൂട്ടിലൈസ് ദ ഇൻസുലിൻ ആൻഡ് റൈസസ് ദ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു രക്തത്തിൽ. ഇനി അടുത്തത് സിംറ്റംസ് ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഡയബറ്റീസ് ബാധിച്ചാലുള്ള പ്രധാന സിംറ്റംസ് ഇൻക്രീസ് അപ്പറ്റൈറ്റ് എൻഡേഴ്സ്, വർദ്ധിച്ച ദാഹവും വിശപ്പും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ, കൂടെയുള്ള മൂത്രമൊഴിക്കാനുള്ള പ്രവണത കൂടി ഉണ്ട്. 33ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഹിൻസ് തന്നിട്ടുണ്ട്. അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യണം. A, B എന്ന രണ്ട് ബോക്സ് ശ്രദ്ധിക്കുക. ബാക്ടീരിയൽ ഡിസീസ് ആണ്. ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ഫാറ്റിക്, പെർസിസ്റ്റന്റ് കഫ്. ഉറപ്പിച്ചോളൂ, ദാറ്റ് ഈസ് TB, ട്യൂബർക്യുലോസിസ്. ബി എന്ന് പറയുന്നത് ജനറ്റിക് ഡിസീസ് ആണ്. എക്സസീവ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ വൂണ്ട്. ഹീമോഫീലിയ. ഇവിടെ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ, ഐഡന്റിഫൈ ഡിസീസ് എ ആൻഡ് ബി. എ ഈസ് TB, ട്യൂബർക്യുലോസിസ് ക്ഷയമാണ്. ബി എന്ന് പറയുന്നത് നമ്മുടെ ഹീമോഫീലിയ ആണ്. ഇൻ ദ കേസ് ഓഫ് ഡിസീസ് ബി, ഹൗ കൻ എ ടെമ്പററി റിലീഫ് ബി ബോട്ട്? അപ്പൊ അത് ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ ഡിസീസ് ബി ഹിമോഫീലിയ, ടെമ്പററി റിലീഫ്. ഹിമോഫീലിയ എങ്ങനെ വരുന്നു? ഹിമോഫീലിയയുടെ കാരണം എന്താ? ഒരു ജീന് അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ചില പ്രോട്ടീനുകളെ നിർമ്മിക്കാൻ കാരണമായ ജീനിന് ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ, അപ്പൊ നമ്മളെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ കുറവുണ്ടാകും. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഏതെങ്കിലും പ്രോട്ടീന്റെ കുറവ് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോട്ടീൻ ആർട്ടിഫിഷ്യലി കൊടുക്കുന്നത് വഴി താൽക്കാലിക ആശ്വാസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് ടെമ്പററി റിലീഫ്. നെയിം ദ ബാക്ടീരിയ ദാറ്റ് കോസ് ഡിസീസ് എ. ഡിസീസ് എ എന്ന് പറയുന്ന ട്യൂബർക്യുലോസിസ് ആണ്, ക്ഷയമാണ്. അതിന്റെ ബാക്ടീരിയം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. അടുത്തത്, ഹൗ ഡസ് ദ ഡിസീസ് എ ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ? അപ്പോൾ ത്രൂ എന്ത് പറയാം, ഡ്രോപ്ലെറ്റ് ആണ്. വെൻ എ പേഷ്യന്റ് സ്പീക്ക്, സംസാരിക്കുമ്പോൾ, കഫ് ചുമക്കുമ്പോൾ, തുമ്മുമ്പോൾ, സ്നീസ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ബാക്ടീരിയം വിൽ എൻ്റർ ദ എയർ ആൻഡ് ഇഫ് ദിസ് ബാക്ടീരിയം ഈസ് ഇൻഹേൽഡ് ബൈ അനദർ പേഴ്സൺ ഹി മേ ഗെറ്റ് ട്യൂബർക്യുലോസിസ്. ആ രീതിയിൽ എഴുതണം ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം വിച്ച് ഇസ് ഫിഗർ ഓഫ് ആൻ ഐ. No need of drawing the diagram, so we need not have to draw the diagram. Read the question very carefully. Here it is mentioned, no need of drawing the diagram. So here we are asked to identify the part A, B, C and D. And then one more question, I think functions of A and D. So we are asked to label all these portions. So A is cornea, B is iris, C is retina and D is optic nerve. So these are the things, and we are asked to find the function of A and D. A is cornea. Cornea is anterior part of eye, we know. So here light ray refract from the cornea, and correctly this light ray will come and fall on the retina. So that is a function, refract the light rays. So next is D is optic nerve. So optic nerve is the nerve that carry impulse from the photoreceptors. Once these photoreceptors is stimulated, will produce impulse. This impulse is carried through the optic nerve to the cerebrum. Then only we can see
different thing. So this is the question. So overall analysis, when I am overall analyzing this question, മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫോക്കസ് ഏരിയയിൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ. വളരെ ചുരുക്കം 1-2 ചോദ്യങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഫോക്കസ് ഏരിയ നല്ലതായിട്ട് പഠിച്ചു നോക്കുക. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു അനാലിസിസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് പുതിയതായി ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. തുടർന്ന് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് അക്ഷയ്. ബൈ.